ശിവൻ അവൻ ഇവിടെ ജോലിക്ക് വന്നത് എല്ലാം കരുതി കൂട്ടി തന്നെയായിരുന്നല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളി. അതിന്റെ ഒപ്പം അവളും കൂടി എന്നെ ചതിച്ചു. വരട്ടെ ഇങ്ങോട്ട് രണ്ടും. സത്യഭാമ ആരാണെന്ന് അവർ രണ്ടുപേരും അറിയും. സത്യമേ, അത് മിണ്ടരുത് താൻ. അപ്പോ ഈ മാസത്തെ പലിശ കാശെല്ലാം കിട്ടിയോ? കിട്ടി സത്യമേ. ശിവൻ വന്നതിന് ശേഷം പലിശ കാശൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു മുടക്കവും ഇല്ല. കൃത്യസമയത്ത് മുതലും. വിഷ്ണു കുഞ്ഞു ഉള്ളതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട്. സത്യമേ, 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 മൊബൈലിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു. വാർത്തയോ? ആരെക്കുറിച്ച്? അത് പിന്നെ എടി, ആരെക്കുറിച്ചുള്ള വാർത്തയാന്നാ ചോദിച്ചത്? ശാലിനി കുഞ്ഞിനെയും ശിവനെയും ചേർത്തുള്ള വാർത്തയാ. ശാലിനിയും ശിവനെയും കുറിച്ചോ? കാണിച്ചു നോക്കട്ടെ. ശ്ശോ. ഈശ്വര, അവനിപ്പോ ചതിക്കായിരുന്നു അല്ലേ എന്നെ? എവിടെ സത്യമേ? നോക്കട്ടെ. എന്നാലും അവൻ സത്യമേ, ഈ മൊബൈലിൽ വരുന്നതൊക്കെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ചിലതൊക്കെ ശുദ്ധ തട്ടിപ്പാ. എടെ, തട്ടിപ്പായിട്ടാണോ അവർ രണ്ടുപേരും കൂടി കല്യാണവും കഴിഞ്ഞ് പൂമാലയും കൈപ്പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത്? മകനെ പോലെ സ്നേഹിച്ചതാ ഞാൻ അവനെ. എന്നിട്ടാ അവൻ എന്നോട് ഈ ചതി കാണിച്ചത്. ശാലിനി, അവൾ എന്നോട് ഈ ചതി കാണിക്കുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചല്ല. എന്റെ മകൻ വിഷ്ണുവിനെ ചതിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുക്കാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? എന്റെ കുടുംബം അവളെ തകർത്തു. നാട്ടിലിറങ്ങി ഇനി ഞാൻ എങ്ങനെ നടക്കും? ഡ്രൈവറിനെ വിവാഹം കഴിച്ച കളക്ടറുടെ കഥ ഇപ്പൊ തന്നെ നാട്ടിൽ പാട്ടായി കാണും. സത്യമേ, അവര് വരട്ടെ, സത്യാവസ്ഥ എന്തെന്ന് അറിയട്ടെ. എന്നിട്ട് നമുക്ക് വരും വരാഴികളെ കുറിച്ച് ചിന്തിക്കാം. എടോ, ഇനി എന്താ ചിന്തിക്കാനിരിക്കുന്നത്? രണ്ടിനെ ഞാൻ ഈ മുറ്റത്ത് കാലുകുത്തിക്കില്ല. അവർക്ക് നാണോ മാനോ ഇല്ലെങ്കിലും എനിക്കതുണ്ട്. നാട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കണം. ശിവൻ അവൻ ഇവിടെ ജോലിക്ക് വന്നത് എല്ലാം കരുതി കൂട്ടി തന്നെയായിരുന്നല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളി. അതിന്റെ ഒപ്പം അവളും കൂടി എന്നെ ചതിച്ചു. വരട്ടെ ഇങ്ങോട്ട് രണ്ടും. സത്യഭാമ ആരാണെന്ന് അവർ രണ്ടുപേരും അറിയും. സത്യമേ, അത് മിണ്ടരുത് താൻ. താൻ അവർക്ക് വേണ്ടി കുറെ നേരം ആയല്ലോ വാദിക്കുന്നു. അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് താനാണോ? ആണോന്ന് ഒരെണ്ണത്തിന് എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാരും ചതിക്കുക. എല്ലാവരും ചതിയന്മാരാ. എല്ലാം ചതിയന്മാരാ. ഇല്ലെങ്കിൽ അവനെ ഞാൻ സ്വന്തം മകനെ പോലെയല്ലേ കരുതിയത്? ആരോട് ചെയ്താലേ എന്നോട് ആ ചതി കാണിക്കാമായിരുന്നോ? മരുമോളെ പോലെയല്ല ഞാൻ ശാലിനിയെ കണ്ടത്. സ്വന്തം മോളെ പോലെയാ ശാലിനിയെ ഞാൻ കണ്ടത്. എന്നിട്ടും അവളെന്നെ ചതിച്ചു. എനിക്കിനി ജീവിക്കണ്ട. പിള്ളേ. അയ്യോ സത്യമേ, നീ എന്തിനാ ഇതും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നിനക്കറിയാമോ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന്? അത് പിന്നെ പിള്ളച്ചേട്ടാ, ഞാൻ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയി നോക്ക് സത്യം എന്താ ചെയ്യുന്നെന്ന്. ചെല്ലങ്ങോട്ട്. ഈശ്വര, ഇതെങ്ങനെ പറ്റി? അപ്പൊ എങ്ങനെയാ മാഷേ, രക്ഷകർത്താക്കളുടെ മത്സരമല്ലേ ഇനി നടക്കേണ്ടത്? കുട്ടികളുടെ മത്സരമൊക്കെ ഇത് കഴിഞ്ഞിട്ടല്ലേ? എന്റെ ടീച്ചറെ, കുട്ടികൾ എന്തൊക്കെ കാണിക്കും, അവരിൽ എന്തൊക്കെ കലാവാസനകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നെല്ലാം ദിവസവും നമ്മൾ കാണുന്നതല്ലേ? ടീച്ചറെ, നമുക്കതല്ല വേണ്ടത്. കുട്ടികളുടെ പാരന്റ്സ് എത്രത്തോളം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതറിയുക. അത് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആദ്യം നടക്കേണ്ടത് പാരന്റ്സിന്റെ മത്സരം തന്നെയാണ്. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. 5 o'clockനപ്പുറം നമുക്കിത് നീട്ടിക്കൊണ്ടുപോകാനാവില്ല. എന്റെ ടീച്ചറെ, ആദ്യം ഇതൊന്ന് തുടങ്ങട്ടെ.
എന്നിട്ടല്ലേ ഇത് അവസാനിപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ മത്സരമാണ് ആദ്യം നടക്കുന്നത്. ആദ്യ ഇനം ബൈക്ക് സ്ലോ റേസിംഗ് ആണ്. 100-110 കിലോമീറ്റർ സ്പീഡിൽ പോവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏറ്റവും വേഗത കുറച്ച് ഒച്ചഴയുന്ന സ്പീഡിൽ നിലത്ത് കാലുകുത്താതെ ഏറ്റവും ഒടുവിലെത്തുന്ന ആളാണ് വിജയിയാകുന്നത്. അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ട മത്സരം. മത്സരത്തിൽ പങ്കെടുക്കുന്ന പേരൻസിന്റെയും കുട്ടികളുടെയും പേരുവിവരങ്ങൾ ഞാൻ വായിക്കാം. മാളവികയ്ക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് അനിൽകുമാറാണ്. അനഘയ്ക്ക് വേണ്ടി ഷൈജു രാഘവ്. അതുൽ കൃഷ്ണയ്ക്ക് വേണ്ടി എത്തുന്നു രാജേഷ്. സത്യഭാമയ്ക്കും പത്മിനിക്കും വേണ്ടി ഒടുവിലായി എത്തുന്നു ശിവൻ. എന്റെ ഡാഡിയെ ബൈക്ക് റേസിംഗ് ജയിച്ചിട്ടുള്ള ആളാ. ഇതൊക്കെ നിസ്സാരമായിട്ട് ഡാഡി ജയിക്കും. ഞങ്ങളുടെ അങ്കിളെ ബൈക്ക് റേസിംഗിനൊന്നും പോകുന്നില്ല, പക്ഷേ ഏത് മത്സരത്തിൽ പങ്കെടുത്താലും അങ്കിള് ജയിച്ചിരിക്കും. ഇതൊരു വാശിയാ, ഇല്ലെങ്കിൽ നീ കണ്ടോ, നിന്റെ അച്ഛനെയൊക്കെ ഞങ്ങളുടെ അങ്കിള് പൊട്ടിക്കും. നീ കണ്ടോ? എല്ലാവരും മത്സരാർത്ഥികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മത്സരം ആരംഭിക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ആരും കാലുകുത്തരുത്, ബൈക്ക് നിന്നും പോവരുത്. അങ്ങനെ ബൈക്കുമായി ഏറ്റവും ഒടുവിലെത്തുന്ന ആളാണ് വിജയ്. ആദ്യത്തെ വിസിലിന് റെഡിയായി നിൽക്കണം. രണ്ടാമത്തെ വിസിലിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണം. മൂന്നാമത്തെ വിസിലിൽ മൂവ് ചെയ്യണം.